കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാറിനെതിരായ ആക്രമണത്തിൽ വിശദീകരണം തേടാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിലാണ് ഈ നടപടി. ബംഗാൾ സർക്കാരിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പറയൂ ബൽറാം, കൂടുതൽ വിവരങ്ങൾ. സ്മിത, പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ വെച്ച് കേന്ദ്രമന്ത്രി സുഗന്ധ മജുംദാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ തകരുകയും ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ളവർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സുഗന്ധ മജുംദാർ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അവകാശ ലംഘന പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഈ സംഭവത്തെ സംബന്ധിച്ച് ബംഗാൾ സർക്കാരിൽ നിന്നും വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബംഗാൾ സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്? അദ്ദേഹത്തിന് സെഡ് ക്ലാസ് സുരക്ഷ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ സുരക്ഷാ ഭടന്മാർ ഇടപെട്ടതുകൊണ്ടാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ അവകാശ ലംഘന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം. കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാറിനെതിരായ ആക്രമണത്തിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അവരെ ആക്രമിക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.